ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. മോശയുടെ സഹോദരിയായ മിരിയം ശിക്ഷിക്കപ്പെടുന്ന ഭാഗമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മോശയുടെ സഹോദരൻ അഹറോൻ, സഹോദരി മിരിയം, അവരെല്ലാവരും ഒന്നിച്ചാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ മോശയുടെ ഭാര്യ ഒരു കൂശ്യ സ്ത്രീയാണ്. അവളുമായുള്ള ബന്ധത്തിൽ ഇവർ മോശയ്ക്കെതിരായിട്ട് സംസാരിച്ചു. ദൈവം നിന്നോട് മാത്രമാണോ ഇടപെട്ടിട്ടുള്ളത്? ദൈവം നിൻ്റെ മാത്രമാണോ? നിനക്കെന്നാ ഞങ്ങളിൽ നിന്ന് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ ഒരു പക്ഷേ അവരുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ എന്തെങ്കിലും ആവാം. മോശയ്ക്കെതിരായിട്ട് അഹറോനും സഹോദരി മിരിയാമും മോശമായി സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വായിക്കുന്നു, മോശ അതിനെതിരായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല. 3-ാം വാക്യത്തിൽ വായിക്കുന്നു, മോശ ഭൂതലത്തിലുള്ള മനുഷ്യരിൽ ഏറ്റവും സൗമ്യനായിരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവനും അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ്. മോശയുടെ മുഖമുദ്ര സൗമ്യതയാണ്. എന്താണ് സൗമ്യത? സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും എല്ലാ ഘട്ടങ്ങളിലും ഒരുപോലെ പ്രതികരിക്കാൻ സാധിക്കുന്ന മനോഭാവത്തെയാണ് സൗമ്യത എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഇല്ലാത്തതും ഈ സൗമ്യതയാണ്. ദേഷ്യം വരുമ്പോൾ അമിതമായി കോപിക്കുകയും ദുഃഖം വരുമ്പോൾ അമിതമായി ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായ അനുഭവം, അത് സൗമ്യതയല്ല. വിശ്വാസമുള്ളവന് മാത്രമേ സൗമ്യതയോടെ ഏതൊരു കാര്യത്തെ സമീപിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്താൽ വിളിക്കപ്പെട്ടവനായ മോശ വിളിച്ചവനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് യാതൊരു പരിഭവവും പറയാതെ മോശ മുന്നോട്ട് പോകുവാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് യഹോവയായ ദൈവം ഇവിടെ കോഷ്ഠനായി നമ്മൾ കാണുന്നു. അഹറോനോടും മിരിയാമോടും മോശയോടും പറഞ്ഞു, നിങ്ങൾ സമാഗമന കൂടാരത്തിൽ വരുവിൻ. അതിൻ്റെ മുകളിലുള്ള അഗ്നിസ്തംഭത്തിൽ നിന്ന് യഹോവയായ ദൈവം അവരോട് സംസാരിച്ചു. ദൈവം ചോദിക്കുന്ന, ഒരു പ്രവാചകനോട് ഞാൻ ഇടപെടുന്നെങ്കിൽ അവൻ ഈ സ്വപ്നത്തിൽ അവനോട് ഞാൻ സംസാരിക്കും. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ദർശനത്തിലും സ്വപ്നത്തിലൊക്കെയാണ് പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആളാണ് മോശ. ഒരു പ്രവാചകനേക്കാളും എല്ലാ മനുഷ്യരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാണ് എൻ്റെ സന്നിധിയിൽ തന്നെ വിളിക്കപ്പെട്ടവനായ മോശ. അവനോട് നിങ്ങൾ എതിർക്കുന്നത് എന്നോട് എതിർക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് യഹോവയുടെ ഇവിടെ പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? നമ്മൾ വായിക്കുന്നു, ഇതിനോട് ദൈവം പറയുന്നു, ഞാൻ അവനോട് സംസാരിക്കുന്നത് സ്വപ്നത്തിലോ ദർശനത്തിലോ അല്ല, വ്യക്തമായി സ്പഷ്ടമായി മുഖാമുഖം സംസാരിക്കുന്ന ആളാണ് മോശ എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് പകരമുള്ളവനാണ്. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ എനിക്ക് പകരമുള്ളവനാണ്. അവനോട് നിങ്ങൾ എതിർത്തത് എന്നോട് എതിർക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ദൈവം ഇവിടെ കോപിക്കുന്നത്. അഹറോൻ പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവനിവിടെ ക്ഷമ പറയുന്നുണ്ട്, കേണപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ മിരിയാമിന് എന്ത് സംഭവിച്ചു? ആ മേഘസ്തംഭത്തിൽ നിന്ന് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ മിരിയാം കുഷ്ഠരോഗിയായി കാണപ്പെടുന്നു. ശരീരം മുഴുവൻ വെളുത്ത് കുഷ്ഠരോഗിയായി കാണപ്പെടുകയാണ്. അപ്പോൾ അഹറോൻ മോശയോട് കേണപേക്ഷിക്കുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാവാം. എങ്ങനെയെങ്കിലും ദൈവത്തോട് നീ അപേക്ഷിച്ച് അവരുടെ രോഗത്തെ സൗഖ്യമാക്കി കൊടുക്കണം. അപ്പോൾ മോശ സൗമ്യനായതുകൊണ്ട് തന്നെ എതിർത്ത അല്ലെങ്കിൽ തന്നോട് മോശമായി സംസാരിച്ച സഹോദരിയോടോ അഹറോനോടോ യാതൊരു പരിഭവവും കൂടാതെ ദൈവസന്നിധിയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ദൈവം മോശയോട് പറയുന്നു, ഒരപ്പൻ തൻ്റെ മകളുടെ മുഖത്ത് തുപ്പിയാൽ 7 ദിവസം അവൾ അശുദ്ധയായി അവളുടെ പുറത്തായിരിക്കണം. ആയതുപോലെ 7 ദിവസം അവൾ പാളയത്തിന് പുറത്തായിരിക്കട്ടെ. അങ്ങനെ 7 ദിവസത്തേക്ക് മിരിയാമിനെ ശിക്ഷിച്ച് പാളയത്തിന് പുറത്തു വിടുന്നു.
അതിനുശേഷം അവരുടെ രോഗം അവിടെ ഭേദമാവുന്നുണ്ടാവും. അപ്പം നമ്മൾ വായിക്കുന്നു, അതുവരെയും ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടില്ലെന്നാണ്. കാരണം മോശയുടെ സഹോദരിയാണ്, അവളെ കൂടാതെ അവർക്ക് യാത്ര പുറപ്പെടാനാവില്ലല്ലോ. അവർ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അവരും ഒക്കെയും ഒരുപക്ഷെ മിര്യാമിന് വേണ്ടി ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഇവിടെ മറ്റൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നുണ്ട്. മോശയ്ക്കെതിരായി സംസാരിച്ച 2 പേരാണ് അഹ്റോനും മിര്യാമും. ദൈവം മിര്യാമിനെ ശിക്ഷിച്ചു, അഹ്റോനെ ഇവിടെ ശിക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? മിര്യാമിനെ ശിക്ഷിച്ചെങ്കിൽ അഹ്റോനെയും ദൈവം ശിക്ഷിക്കേണ്ടതാണ്. കാരണം അഹ്റോൻ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. അപ്പോൾ ചോദിച്ചേക്കാം, അപ്പോൾ പുരോഹിതന്മാർക്ക് എന്തു വേണേലും പറയാം, എന്തു വേണേലും പ്രവർത്തിക്കാമെന്നാണ് അർത്ഥം? ഒരിക്കലുമില്ല. ദൈവം എന്തുകൊണ്ട് അഹ്റോനെ ശിക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരുവന് കുഷ്ഠരോഗം വന്നാൽ അത് പരിശോധിക്കേണ്ടതും അവനെ പാളയത്തിന് പുറത്തയക്കേണ്ടതും കുഷ്ഠരോഗം മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തി അകത്ത് പ്രവേശിപ്പിക്കേണ്ടതും ശുദ്ധീകരണ പ്രക്രിയകൾ അവന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ഈ പുരോഹിതനാണ്, അഹ്റോനാണ്. അഹ്റോന് ഈ രോഗം ബാധിച്ച് പുറത്തു പോയാൽ പിന്നെ ഇവിടെ ശുശ്രൂഷ മുടങ്ങിപ്പോകും. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷ മുടങ്ങാതിരിക്കാനാണ് അഹ്റോനെ ദൈവം ശിക്ഷിച്ചത്. ദൈവം അഹ്റോനെ ശിക്ഷിക്കാതിരുന്നത്. ഇന്ന് എല്ലാ പുരോഹിതന്മാരും ഇത് ഓർത്തിരിക്കേണ്ടതാണ്. ശുശ്രൂഷ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്, അല്ല നമ്മുടെ ആരുടെയും പുണ്യം കൊണ്ടല്ല. വാസ്തവത്തിൽ സാധാരണ വിശ്വാസികളെക്കാൾ ഉപരി ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ മർദ്ദലിക്കുകയും അല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നത് പൗരോഹിത്യ ഗണത്തിലൂടെയാണ്. ദൈവം ശിക്ഷിക്കാതെ വിടുന്നത് ജനത്തിനുള്ള ശുശ്രൂഷ മുടങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് എല്ലാവരും ഓർത്താൽ നന്ന്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, 7 ദിവസം കഴിഞ്ഞ് അവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. അതിനുശേഷം മിര്യാമും അഹ്റോനും പിന്നെ ഒരിക്കലും മോശയ്ക്കെതിരായി സംസാരിച്ചതായി നമ്മൾ കാണുന്നില്ല. മോശ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ മോശ ദൈവത്തെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് അവൻ സൗമ്യനായി നിന്നതെല്ലാം സഹിക്കുകയും ചെയ്യുകയാണ്. ദൈവാത്മാവുള്ളവന് മാത്രമേ അപ്രകാരം ഒരു സൗമ്യതയോടെ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം മറ്റൊരു സംഭവം, സക്കറിയാവ് യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചു. സക്കറിയാവ് ശിക്ഷിക്കപ്പെട്ടു. മറിയാമും സംശയം പറഞ്ഞു, പുരുഷനെ അറിയാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? പക്ഷെ മറിയാം ശിക്ഷിക്കപ്പെട്ടില്ല. കാരണം അവൾ കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലികയാണ്. എന്നാൽ സക്കറിയാവ് അങ്ങനെയല്ല, മഹാപുരോഹിതനാണ്. ആര് ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വസിച്ചാലും വിശ്വസിക്കേണ്ടവനായിരുന്നു. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം അകത്ത് പ്രവേശിച്ചാൽ മതി, അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്താൽ മതി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. അല്ലെങ്കിൽ ശുശ്രൂഷ മുടങ്ങാതിരിക്കാൻ മറ്റെന്തെങ്കിലും ഉള്ള ക്രമീകരണം ദൈവം ചെയ്യുമായിരുന്നു. പിന്നെ ആ പിറ്റേ വർഷത്തിന് മുമ്പ് യോഹന്നാന്റെ ജനനം സംഭവിക്കുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മളെ ദൈവം ശിക്ഷിക്കാതെ വിടുന്നത് നമ്മുടെ ഭാഗത്ത് കുറവില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ മുടങ്ങിപ്പോകാതിരിക്കുവാൻ, ദൈവത്തിൻ്റെ സാക്ഷികളായി ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന വിടുതലാണ്, ദൈവം തരുന്ന കാരുണ്യമാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്കിടയാകട്ടെ. അഹ്റോൻ്റെയും മിര്യാമിൻ്റെയും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കി ദൈവത്തിനെതിരായി സംസാരിക്കാതെ, ദൈവിക സ്ഥാനികൾക്കെതിരായി സംസാരിക്കാതെ, പക്വതയോടെ സംസാരിക്കാനും ക്ഷമയോടും അല്ലെങ്കിൽ സൗമ്യതയോടും കൂടെ പ്രതികരിക്കുവാനും ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.